ഇത് കുരുമുളകിന് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന തിപ്പല്ലിയാണ് കേട്ടോ. അപ്പോൾ ഈ തിപ്പല്ലിമേ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്താൽ മണ്ണിൽ നിന്ന് രോഗങ്ങളൊന്നും ഇതിൽ കുരുമുളകിന് യാതൊരു വിധത്തിലും രോഗങ്ങളൊന്നും വരില്ല. പ്രതിരോധ ശക്തി ഭയങ്കരമാണ്. പിന്നെ ഏത് വളവും ഈ തിപ്പല്ലി സ്വീകരിക്കും. ഈ തിപ്പല്ലിമേ ഗ്രാഫ്റ്റ് ചെയ്യാൻ എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു തിപ്പല്ലി ഇതാ ഇങ്ങനെയുള്ളത് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഇതാ വേണ്ടുന്നത് ഇതാ ഇങ്ങനെ കുരുമുളക് കായ്ക്കുന്ന ഒരു കണ്ണി സൈഡ് പാർശ്വശിഖരമാണ് വേണ്ടത്. ഇത് കണ്ടില്ലേ? അത് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിനെന്ത് ചെയ്യുന്നു, ഈ ഇല ഒന്ന് ലൈറ്റായിട്ട് കട്ട് ചെയ്യാം. ഇതാ ലൈറ്റ് ചെയ്ത് ഇതിന്ന് കട്ട് ചെയ്ത് വെച്ചു അല്ലേ. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ കുരുമുളകുണ്ട്. ഈ കുരുമുളകിനെ നമ്മൾ കട്ട് ചെയ്ത് തൽക്കാലം ഒഴിവാക്കി കേട്ടോ. പിന്നെ ഏലത്തറിയും കട്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഇതിനുപയോഗിക്കുന്ന കത്തിയാണിത്. ഇത് കട്ടിങ് ചെയ്യുന്ന പാർശ്വജീവനം കട്ട് ചെയ്യുന്ന എന്നുള്ള കട്ടറാണ്. പിന്നെ ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ മുകളിലെ അതിൻ്റെ തൊലി കളഞ്ഞു സൈഡ് രീതിയിൽ കട്ട് ചെയ്ത് ആപ്പ് രീതിയിലാക്കുക. കണ്ടോ? വളരെ നൈസായിട്ട് കട്ടാവാതെ ഇങ്ങനെ ചെയ്യാം. എന്നതിന് ശേഷം വൃത്തിയിൽ ഇത് ചെയ്തിട്ട് ഇത് പിടിക്കുക. എന്നതിന് ശേഷം ഇതിൻ്റെ ഇതാണ് തിപ്പല്ലി. തിപ്പല്ലിനെ നമ്മൾ ആവശ്യത്തിന് കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെൻറ്ററിൽ ഇതിനെ കീറുക. സെൻറ്ററിൽ കീറി കൊണ്ടുവരിക. എന്നതിന് ശേഷം ഇതിലേക്ക് ഈ ഭാഗം ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ചിട്ട് രണ്ടാളും രണ്ട് പിടി കട്ട് ചെയ്തെടുക്കാണ്. കുറച്ച് പിടിക്ക്, സെൻറ്റർ കട്ട് ചെയ്യുക. അത് കാണിക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. അത് കാണിക്കണ്ട മോളെ. ഇതിനെ എല്ലാം കറക്റ്റാക്കി വെച്ചിട്ട് ഇതിനെ ടാപ്പ് ചെയ്യാം. വൃത്തിയിൽ ടാപ്പ് ചെയ്യാം. ഇതാണ് ഭംഗിയായിട്ട് ടൈറ്റിൽ ടാപ്പ് ചെയ്ത് വൃത്തിയിൽ ഇങ്ങനെ വലിച്ചു കൊടുത്ത് വെള്ളം ഇറങ്ങാത്ത രീതിയിൽ കെട്ടി വലിച്ച് ഇതിനെ കെട്ടി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത്.
ഇനി ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ വെച്ച് ഇതുപോലെ ഒരു കവറിട്ട് കവർ ചെയ്തതാണ് ഇത്. പിന്നെ നമ്മൾ തിപ്പല്ലി ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ പീസ് വീണ്ടും നടുവിന് വശത്തായിട്ട് നമ്മൾ ഇതിൽ വീണ്ടും ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ ചെയ്തത് എന്താണ്, അടുത്തത് വീണ്ടും എവിടെ ഇതും നമ്മൾ അടുത്ത ഗ്രാഫ്റ്റ് ചെയ്യും. ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റായിട്ട് ഇതിനെ നമ്മളെ വീട്ടിലുള്ള കുരുമുളക് കാഴ്ച കൊണ്ടിരിക്കുന്നതിന് ശിഖരങ്ങളാണ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. ഇതും അതുപോലെ തന്നെ തിപ്പല്ലി കട്ട് ചെയ്തു. ക്ലീൻ ചെയ്തു. തിപ്പല്ലിനെ നമ്മൾ നടുകെ ഛേദിച്ച് കറക്റ്റായിട്ട് നടുകെ ഛേദിച്ച് കൊണ്ടുവരിക. ഇത് നമ്മൾ അതുപോലെ തന്നെ രീതിയിൽ നല്ല മൂർച്ചയുള്ള കട്ടിങ് ഒരു ബ്ലേഡ് പിടിച്ചാൽ നമുക്ക് വൃത്തിയായി കട്ട് ചെയ്യാൻ കഴിയും. വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ കഴിയും. എന്നതിന് ശേഷം തറക്ക് വൃത്തിയിൽ കട്ട് ചെയ്യും. എന്നതിന് ശേഷം കൈയുടെ ഉള്ളിൽ തട്ടാതെ ഇവിടെ വെച്ച് നമ്മൾ വൃത്തിയായി ടാപ്പ് ചെയ്യാം. വൃത്തിയായി ടാപ്പ് ചെയ്ത് നന്നായിട്ട് വലിച്ച് വൃത്തിയാക്കി ഭംഗിയായി മുകളിലേക്ക് കൊണ്ടുപോയി വെള്ളം ഇറങ്ങാതിരിക്കാൻ അങ്ങനെ ഗ്രാഫ്റ്റിംഗ് നമ്മൾ കെട്ടിവെച്ച് ലൈറ്റായി വെച്ച് കഴിഞ്ഞാൽ ചെയ്താൽ ഗ്രാഫ്റ്റിംഗ് പൂർത്തിയായി. ഇനി ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പീസ് വെച്ചു. ഓക്കെ, ഇതാണ് തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക്, കുറ്റിക്കുരുമുളക്. ഇനി ഇത്രയും മതി. ഇത് ഒരു 14 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ തളിർ ഇല വരും. നമുക്ക് മനസ്സിലായി പിടിച്ചു എന്നുള്ളത്. അത്രയേ വേണ്ടുള്ളൂ. അതുകൊണ്ട് ഇതാണ് തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതി. ഓക്കെ.